നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ ഭർത്താവിന്റെ രഹസ്യ ബന്ധത്തിന് അച്ഛനും കൂട്ടാണല്ലേ? അമ്പിളി മോളെ, നീ എന്തൊക്കെ മോളേന്നെ അച്ഛനെ നീ ഇവളെ വിളിച്ചാ മതി, എന്നെ വിളിക്കണ്ട. ഇതിലപ്പുറം ഇനി എന്തറിയാനാ? ഇതുവരെ എന്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലായിരുന്നു. നിങ്ങളൊക്കെ എന്നെ ഒരു സംശയരോഗിയായിട്ട് ചിത്രീകരിക്കായിരുന്നു. അയ്യോ മോളെ, എനിക്കിനി ഇങ്ങനെ ഒരു ഭർത്താവില്ല. അയ്യോ മോളെ, എടി നീ എടുത്തോ, നീയും നിന്റെ മോളും കൂടി സ്വന്തമായിട്ട് എടുത്തോ ഇയാള്. ഇനി ഇവൾ എത്ര വലിയ ശീലവതി ആയാലും എന്റെ മനസ്സ് തകർത്തവള, എന്റെ മകളുടെ സ്വപ്നം ചവിട്ടി മെതിച്ചവള. എന്റെ മരണം വരെ ഈ ജന്മത്തെ കുറിച്ച് എനിക്കൊന്നും അറിയണ്ട, ഒന്നും. അമ്പിളി പോലെ അമ്പിളി, അമ്പിളി അല്ല മോള്, അമ്പിളി മോളെ ഇവിടെ കൊണ്ടൊന്ന് കിടത്തായിരുന്നില്ലേ? എനിക്കിന്ന് അവളോടൊപ്പം ഒന്ന് കിടക്കണമായിരുന്നു. മോളവിടെ നല്ല ഉറക്കോ? എന്തിനു വെറുതെ ആ പാവത്തിന്റെ കൂടെ ഉറക്കം കളയുന്നേ? അല്ല, നമ്മുടെ ലച്ചുമോള് നമ്മുടെ കൂടെയല്ലേ ഉറങ്ങേണ്ടേ? ഓ, ഇത്രയും നാളായിട്ട് ഇത്തരം ചിന്തകളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴെന്താ പെട്ടെന്നൊരു വെളിപാട്? അമ്പിളി, എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. അതിന് നീ എങ്ങനെ ശിക്ഷിക്കല്ലേ? ചെറിയ അബദ്ധം? എന്റെ കുഞ്ഞിന്റെ സ്ഥാനത്ത് വേറൊരുത്തിയും അവളുടെ മോളെയും കൊണ്ട് നടന്നതാണോ ചെറിയ അബദ്ധം? അമ്പിളി, എന്റെ അമ്പിളി, ദയവിത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ അമ്പിളി എന്നുള്ള വിളിയൊന്നും വേണ്ട. ആ അമ്പിളി ചത്തു. പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറ. ഈ ആമയും കുഞ്ഞും ആരാണെന്ന് അറിഞ്ഞിട്ടും നീ വീണ്ടും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? അത് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ അവർക്കൊപ്പം നിന്നത്. അതും ആദ്യയോട് ചെയ്ത തെറ്റിന്റെ കുറ്റബോധം കൊണ്ട്. ആദ്യയോട് തെറ്റ് ചെയ്തത് നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, ഞാനും കൂടിയല്ലേ. അവൻ നിങ്ങളുടെ വണ്ടിയിൽ ഒളിപ്പിച്ച സ്വർണം ആദ്യം എടുത്തു മാറ്റിയത് ഞാന്. നിങ്ങളത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ തടഞ്ഞതും ഇത് നമുക്കുള്ളതാണെന്ന് പറഞ്ഞതും ഞാന്. അപ്പോ യഥാർത്ഥ തെറ്റുകാരി ഞാനല്ലേ? നിന്റെ തെറ്റിനുള്ള പ്രായശ്ചിത്തം കൂടിയാ ഞാൻ ചെയ്തതെന്ന് കൂട്ടിക്കൂടി അമ്പിളി. നിങ്ങൾ ചെയ്തതേ എന്റെ തെറ്റിനുള്ള പ്രായശ്ചിത്തമല്ല, എന്റെ തെറ്റിന് എനിക്ക് തന്ന ശിക്ഷയാ. ഒരു പെണ്ണായിരുന്നിട്ടും മനസാക്ഷി ലെവലേശം ഇല്ലാതെ അന്യന്റെ സ്വത്ത് കൈക്കലാക്കാൻ ഞാൻ നിങ്ങളെ നിർബന്ധിച്ചില്ലേ? സ്വന്തം അച്ഛന്റെ വാക്കുപോലും കേൾക്കാതെ അദ്ദേഹത്തെ പോലും വഞ്ചിച്ച് ഞാൻ സമ്പന്നയാവാൻ നോക്കിയത് ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടില്ല. പണത്തോടുള്ള എന്റെ ആർത്തിക്ക് ദൈവം എനിക്ക് തന്ന ശിക്ഷയായത്.